നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജനറലൈസ്ഡ് ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യണം. നമ്മൾ പ്രൂവ് ചെയ്തത് ഒരു കോഷി പ്രോബ്ലം, ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ ഇക്വേഷൻ വരുന്ന ഒരു കോഷി പ്രോബ്ലം, അത് ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് കരുതുക P0 എന്നുള്ള പോയിന്റിൽ. അങ്ങനെയാണെങ്കിൽ അതിനൊരു യുണീക്ക് സൊല്യൂഷൻ x of t, s, y of t, s, u of t, s, p of t, s, q of t, s എക്സിസ്റ്റ് ചെയ്യും. ഈ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രിപ്പ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ആ സ്ട്രിപ്പ് ഇക്വേഷൻസിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. പ്രൂവ് ചെയ്തു. ഈ S0 എന്നുള്ള പോയിൻറ്റിൻ്റെ നെയ്ബർഹുഡിൽ 0,S0 എന്നുള്ള പോയിൻറ്റിൻ്റെ നെയ്ബർഹുഡിൽ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ പാരാമീറ്ററൈസേഷൻ വെച്ചിട്ട് നമുക്കൊരു സ്മൂത്ത് സർഫസ് u = u of xy എന്നുള്ള ഒരു സ്മൂത്ത് സർഫസ് ഡിഫൈൻ ചെയ്യാമെന്ന് പറയാം. ആ സർഫസ് u = u of xy എന്നുള്ള ഈ ഫങ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സർഫസ് നമ്മുടെ കോഷി പ്രോബ്ലം സാറ്റിസ്ഫൈ ചെയ്യുന്നു പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിൻ്റെ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ now we have to prove the parametric representation. Parametric representation x of t, s, y of t, s, u of t, s defines a smooth surface u = u of xy and u of xy is a solution of the Cauchy problem we are considering. Cauchy problem. Okay, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻസ് x of t, s, y of t, s, u of t, s ഒരു സ്മൂത്ത് സർഫസ് u = u of xy എന്നുള്ള സ്മൂത്ത് സർഫസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് പ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് ഈ പാരാമെട്രിക് ഇക്വേഷൻസിൽ നിന്ന് ഒരു എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം u = u of xy. ആ ഫങ്ഷൻ അല്ലെങ്കിൽ ആ സർഫസ്, ആ ഫങ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന സർഫസ് നമ്മുടെ കോഷി പ്രോബ്ലം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് പ്രൂവ് ചെയ്യണം. നമുക്ക് ഇപ്പോൾ കയ്യിലുള്ളത് ഇതേപോലുള്ള പാരാമെട്രിക് ഇക്വേഷൻസ് ആണ്. ഓക്കെ, x of t, s, y of t, s, u of t, s, p of t, s, q of t, s ഇതിനുള്ള പാരാമെട്രിക് ഇക്വേഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നിന്ന് നമുക്കൊരു എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻ u = u of xy കിട്ടുമെന്ന് നോക്കണം. അതിനാണ് നമ്മൾ ഈ പാരാമെട്രിക് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുന്നത്. x of t, s, y of t, s, u of t, s എന്നുള്ള ഈ പാരാമെട്രൈസേഷൻ അല്ലെങ്കിൽ ഈ പാരാമെട്രിക് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുന്നു. അവിടെ നിന്ന് നമുക്ക് u = u of xy എന്നുള്ളൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പാരാമെട്രിക് റെപ്രസെൻറ്റേഷന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻ എഴുതാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സിനെയും വൈനെയും ഇൻ ടേംസ് ഓഫ് ടി ആൻഡ് എസിൽ റെപ്രസെൻ്റ് ചെയ്താൽ അത് നമുക്ക് യുവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ രണ്ട് പാരാമീറ്ററൈസേഷൻ നമുക്ക്
എക്സിനെ ഇൻ ടേംസ് ഓഫ് ടി ആൻഡ് എസ്, അല്ല നേരെ തിരിച്ച്, ടീനി എസിന് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തിട്ട് യു ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ എന്നുള്ള ഒരു ഫംഗ്ഷൻ എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ആദ്യത്തെ രണ്ട് പാരാമെട്രിക് ഇക്വേഷൻസ് എക്സ് ഓഫ് ടി കോമ എസ് എന്നും വൈ ഓഫ് ടി കോമ എസ് എന്നും നമുക്ക് ടീനി എസിനെയും എക്സിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ജേക്കോബിയൻ എസ് നോട്ട് എന്നുള്ള 0,S0 എന്നുള്ള പോയിന്റിൽ നോട്ട് ഈക്വൽ ടു 0 ആണോ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അത് ചെക്ക് ചെയ്താൽ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് കിട്ടിയാൽ നമുക്ക് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറം ഉപയോഗിക്കാം. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയർ പ്രകാരം നമുക്ക് 0,S0 എന്നുള്ള പോയിന്റിൻ്റെ ഒരു നെയ്ബർഹുഡിൽ ടീനി എസിനെയും എക്സിലും വൈയിലും റെപ്രസെൻ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ അതാണ് നമ്മൾ അടുത്തതായി ചെയ്യുന്നത്. ഓക്കെ, so we first show that x of t comma s, y of t comma s can be inverted into t of x comma y comma s of x comma y. ഓക്കെ, ഇങ്ങനെ ഇൻവേർഷൻ പോസിബിൾ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ ഇൻവേർഷൻ പോസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ജാക്കോബിയൻ നോക്കിയാൽ എക്സ് ഓഫ് ടി കോമ എസിൻ്റെയും വൈ ഓഫ് ടി കോമ എസിൻ്റെയും ജാക്കോബിയൻ 0,S എന്നുള്ള പോയിന്റ് അല്ലെങ്കിൽ 0,S0 എന്നുള്ള പോയിന്റിൽ 0,S0 എന്നുള്ള പോയിന്റിൽ ജാക്കോബിയൻ വാനിഷ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. വാനിഷ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇൻവേർഷൻ പോസിബിൾ ആണെന്ന് പറയാം ബൈ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറം. അപ്പോൾ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനു മുന്നേ എഴുതി വെക്കുക നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. സച്ച് ആൻ ഇൻവേർഷൻ ഈസ് പോസിബിൾ. സച്ച് ആൻ ഇൻവേർഷൻ ഈസ് പോസിബിൾ if Jacobian J equal to dou of x comma y with respect to dou of t and s. ഒരു നൊട്ടേഷനാണ്. നോട്ട് ഈക്വൽ ടു 0 അറ്റ് 0,S0 എന്നുള്ള പോയിന്റിൽ ഈ ജാക്കോബിയൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഇൻവേർഷൻ പോസിബിൾ ആണെന്ന് പറയാം. 0,S0 എന്നുള്ള പോയിന്റിൻ്റെ ഒരു നെയ്ബർഹുഡിൽ ഏതെങ്കിലും ഒരു നെയ്ബർഹുഡിൽ ഇൻവേർഷൻ പോസിബിൾ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്യാം. സോ കൺസിഡർ ജാക്കോബിയൻ അറ്റ് 0,S0. This will be equal to dou by dou xy. ജാക്കോബിയൻ്റെ ഒരു നൊട്ടേഷനാണ് TS. ഇത് മീൻ ചെയ്യുന്നത് എക്സിൻ്റെയും വൈൻ്റെയും ജാക്കോബിയൻ വിത്ത് റെസ്പെക്ട് ടു ടി ആൻഡ് എസ് അറ്റ് 0,S0. ഇനി ഡെഫിനിഷൻ കൊടുക്കുക. ഡോ ബൈ ഡോ അല്ല ഡോ എക്സ് ബൈ ഡോ ടി, അതായത് എക്സ് ടി എക്സ് എസ് yt ys at 0,S0. ഡിറ്റർമിനൻ്റ് ഡെഫിനിഷൻ കൊടുക്കുക. xt ys മൈനസ് yt xs at 0,S0. സിംപ്ലിഫൈ ചെയ്യുക. xt at 0,S0 into ys at 0,S0 minus yt at 0,S0 into xs at 0,S0. ഓക്കെ, ഇനി അറിയാവുന്ന കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് ടി നമുക്ക് എഫ് ക്യു എന്നറിയാം ബൈ സ്ട്രിപ്പ് ഇക്വേഷൻ. അതേപോലെ തന്നെ വൈ ടി എക്സ് ടി എഫ് പി ആണെന്നറിയാം, വൈ ടി എഫ് ക്യു ആണെന്നറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
which will be equal to fp at 0 comma s naught into ys at 0 comma s naught. അതേപോലെ തന്നെ yt at 0 comma s naught-നെ നമുക്ക് fq at 0 comma s naught. ys at xs at 0 comma s naught. xs at 0 comma s naught. ഇനി നൊട്ടേഷൻ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എഫ് പി അറ്റ് 0 comma s naught-നെ ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്. 0 comma s naught-ൽ എഫ് പി എന്ന് പറഞ്ഞാൽ 0 comma s naught-ൽ എഫ് പി ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുക എക്സ് വൈ യു പി ക്യു അല്ലേ. എഫ് എക്സ് വൈ യു പി ക്യു എന്നുള്ള ഈ കോർഡിനേറ്റ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഇതാണ്. ഓക്കെ, അപ്പോൾ അവിടെ 0 comma s naught-ൽ എക്സ് എന്താവും? എക്സ് നോട്ട് ആകും, വൈ നോട്ട് ആകും, യു നോട്ട്, പി നോട്ട്, ക്യൂ നോട്ട് ഈ പോയിന്റിൽ. അപ്പോൾ എഫ് പി അറ്റ് 0 comma s naught എന്ന് പറഞ്ഞാൽ എഫ് പി അറ്റ് ഈ പോയിന്റാണ്. ഓക്കെ, ഈ പോയിന്റിന് നമ്മൾ പി നോട്ട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ പോയിന്റിന് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചത് പി നോട്ട് ആയിട്ടാണ്. ഓക്കെ, അത് കൊടുക്കും. അപ്പോൾ എഫ് പി അറ്റ് പി നോട്ട് ഇൻറ്റു വൈ എസ് അറ്റ് 0 comma s naught-നെ ഞാൻ ഇങ്ങനെ കൊടുക്കുക. എങ്ങനെ? T0 ആണ്, അപ്പോൾ വൈ നോട്ട് എന്ന് കൊടുക്കുക. T0 ആകുമ്പോൾ വൈ എസ് എസ്സിലുള്ള ഫങ്ഷൻ മാത്രമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവിനെ ഞാൻ ഡാഷ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്, വൈ നോട്ട് ഡാഷ്, പിന്നെ അറ്റ് എസ് നോട്ട്. അതേപോലെയുള്ള ചേഞ്ച് ഇവിടെ വരുത്തുക. എഫ് പി അറ്റ് 0 comma s naught-നെ എഫ് പി അറ്റ് പോയിന്റ് പി നോട്ട് ഇൻറ്റു എക്സ് എസ് അറ്റ് 0 comma s naught-നെ എക്സ് നോട്ട് ഡാഷ് അറ്റ് എസ് എന്ന് എത്തും. ഓക്കെ, വിച്ച് വിൽ ബി നോട്ട് ഈക്വൽ ടു 0 ബൈ ജനറലൈസ്ഡ് ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ. ഓക്കെ, ജനറലൈസ്ഡ് ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷനുള്ള ഒരു കണ്ടീഷനാണ് എഫ് പി അറ്റ് പി നോട്ട് ഇൻറ്റു വൈ നോട്ട് ഡാഷ് ഓഫ് എസ് നോട്ട് മൈനസ് എഫ് പി അറ്റ് പി നോട്ട് ഇൻറ്റു എക്സ് നോട്ട് ഡാഷ് അറ്റ് എസ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത്. ഓക്കെ, അത് ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അസ്യൂം ചെയ്യാം. ഈ ടേം നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ബൈ ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മളെ ഇൻവേർഷൻ 0 comma s naught എന്നുള്ള പോയിന്റിൻ്റെ ഒരു നെയ്ബർഹുഡിൽ, ഏതെങ്കിലും ഒരു നെയ്ബർഹുഡിലെങ്കിലും ഇൻവേർഷൻ പോസിബിൾ ആണെന്ന് പറയാം. ഇൻവേർഷൻ പോസിബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ടീനെയും എസിനെ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ യു ഓഫ് ടി കോമ എസ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് യുവിനെ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം. ദെൻ ബൈ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറം, then by using implicit function theorem, we can construct a smooth function u equal to u of x comma y. ആക്ച്വലി നമുക്ക് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറം പ്രകാരം നമുക്ക്
ടീനെ എസിനെ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് മാത്രമേ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അവിടുന്ന് നമുക്ക് യു ഓഫ് ടി കോമ എസിൽ ടീനെ എസിന് എക്സിലും വൈയിലും റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതാം. യുവിനെ, അതായത് യുവിനെ നമുക്ക് എക്സിലും വൈയിലും റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് യു ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ എന്നുള്ള ഒരു സ്മൂത്ത് ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് യു ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ നമ്മുടെ കോഷി പ്രോബ്ലം സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, നൗ വി ഷോ u of x comma y satisfy the Cauchy problem. Okay, u equal to u of x comma y എന്നുള്ള ഈ ഫംഗ്ഷൻ കോഷി പ്രോബ്ലം സാറ്റിസ്ഫൈ ഒന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? നമ്മളിപ്പോൾ സോൾവ് ചെയ്ത കൺസ്ട്രക്ട് ചെയ്തെടുത്ത സ്റ്റെപ്പ് ഇക്വേഷൻസ് യു ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ എന്നുള്ള ഈ ഫംഗ്ഷനും സാറ്റിസ്ഫൈ എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് തേർഡ് സ്റ്റെപ്പ് ഇക്വേഷൻ എന്താ? അല്ലെങ്കിൽ നമ്മൾക്ക് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇതേ രീതിയിൽ പറയും കുറച്ചുകൂടെ എളുപ്പം. പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട് യു ഓഫ് ടി കോമ എസ്. അതിൽ നിന്ന് നമ്മൾക്ക് യു ഓഫ് എക്സ് വൈ എന്നുള്ള ഒരു എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ കിട്ടി. ഇനി നമ്മൾക്ക് ഇതിനെ യു എക്സിന് വൈനെ ഡിപ്പെൻഡ് ചെയ്യും, എക്സും വൈയും ടീന് എസിന് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ യു ടി നമ്മളെ ഈ എക്സ്പ്ലിസിറ്റ് ഫോമിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമ്മുടെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനിൽ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ഈക്വലാന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനിൽ എസ്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് നമ്മുടെ എക്സ്പ്ലിസിറ്റ് ഫങ്ഷന് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷനെ നമ്മൾ ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് എസ്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് ഈക്വലാന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്തെടുത്തുള്ള യു ഈക്വൽ ടു യു ഓഫ് എക്സ് കോമ വൈ എന്നുള്ള ഈ ഫംഗ്ഷൻ നമ്മുടെ പി ഡി ഇ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക. For that, we prove the relations. ut പാരാമെട്രിക് റെപ്രസെൻറ്റേഷനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തത് ടി കോമ എസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആവണം? നമ്മുടെ എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷന് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ഈക്വൽ ആവണം. അതെന്താ വരിക? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ യു എക്സിനും വൈനെ ഡിപ്പെൻഡ് ചെയ്യും, ടി എക്സും വൈയും ടീനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഡെറിവേറ്റീവ് എന്ത് വരും? യു എക്സ് എക്സ് ടി അല്ലേ? യു എക്സ് എക്സ് ടി പ്ലസ് യു വൈ വൈറ്റ് അതിന് ഈക്വലാന്ന് പ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ എന്താ വരിക? യു എക്സ് അറ്റ് ടി കോമ എസ് ഇൻറ്റു എക്സ് ടി അറ്റ് ടി കോമ എസ് പ്ലസ് യു വൈ അറ്റ് ടി കോമ എസ് ഇൻറ്റു വൈ ടി അറ്റ് ടി കോമ എസ് ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു എസ്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും ഇതേപോലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. അതാണ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അടുത്ത റിലേഷൻ. യു എസ്
അറ്റ് ടി കോമ എസ്, അതായത് പാരാമെട്രിക് റെപ്രസെൻറ്റേഷനെ വിത്ത് റെസ്പെക്ട് ടു എസ്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷനെ വിത്ത് റെസ്പെക്ട് ടു എസ്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ യു ഓഫ് എക്സ് കോമ വൈ ആണ്. യു ഈക്വൽ ടു യു ഓഫ് എക്സ് കോമ വൈ. എക്സും വൈയും എസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എസ്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരും? യു എക്സ് അറ്റ് ടി കോമ എസ് ഇൻറ്റു എക്സ് എസ് അറ്റ് ടി കോമ എസ് പ്ലസ് യു വൈ അറ്റ് ടി കോമ എസ് ഇൻറ്റു വൈ എസ് അറ്റ് ടി കോമ എസ്. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്, പ്രൂവ് ചെയ്താൽ മതി. ഈ രണ്ട് കണ്ടീഷൻ യു ഓഫ് എക്സ് കോമ വൈ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾക്ക് എന്ത് പറയാം? യു ഓഫ് എക്സ് കോമ വൈ നമ്മുടെ കോഷി പ്രോബ്ലം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതായത് യു ഓഫ് എക്സ് കോമ വൈ കോഷി പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണെന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ രണ്ട് കണ്ടീഷനെയും ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് അറിയാവുന്ന ടേംസിനെയൊക്കെ മാറ്റി എഴുതിയാൽ ഓക്കെ. അപ്പോൾ നമ്മൾക്കറിയാം യു എക്സ് പി ആണെന്നറിയാം. എക്സ് ടി എക്സ് ടീനെ ഒന്നും അല്ലെങ്കിൽ അതേപോലെ നിർത്തുക, അല്ലെങ്കിൽ എഫ് പി കൊടുക്കുക എക്സ് ടിക്ക്. അതേപോലെ തന്നെ യു വൈക്ക് പി ക്യൂ കൊടുക്കുക. വൈ ടിക്ക് ആണെങ്കിൽ എഫ് ക്യൂ വെച്ചിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒന്നാമത്തെ റിലേഷൻ. ഓക്കെ, രണ്ടാമത്തെ റിലേഷനിൽ ഇവിടെ പി കൊടുക്കുക, യു എക്സിന്, യു വൈക്ക് ക്യൂ കൊടുക്കുക. അപ്പോൾ എഴുതുക. ഒന്നാമത്തെ കണ്ടീഷൻ ഇങ്ങനെ റീറൈറ്റ് ചെയ്യുക. യു ടി ഓഫ് ടി കോമ എസ് ഈക്വൽ ടു യു എക്സിന് പി കൊടുക്കുക, പി ഓഫ് ടി കോമ എസ്. എക്സ് ടി തന്നെ കൊടുക്കുന്നത് എക്സ് ടി ഓഫ് ടി കോമ എസ് പ്ലസ് യു വൈ അറ്റ് ടി കോമ എസിനെ ക്യൂ അറ്റ് ടി കോമ എസ്, പിന്നെ വൈ ടി അറ്റ് ടി കോമ എസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ. ഈ കണ്ടീഷന് യു എസ് അറ്റ് ടി കോമ എസിന് ടി കോമ എസ് ഈക്വൽ ടു റൈറ്റ് സൈഡിന് റീറൈറ്റ് ചെയ്യുക. പി അറ്റ് ടി കോമ എസ് എക്സ് എസ് അറ്റ് ടി കോമ എസ് പ്ലസ് ക്യൂ അറ്റ് ടി കോമ എസ് ഇൻറ്റു വൈ എസ് അറ്റ് ടി കോമ എസ്. ഇങ്ങനെ മാറ്റി എഴുതുക. നമ്പർ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 8. നമ്മൾ അവസാനം കുറച്ച് കൊടുത്ത നമ്പർ 7 ആയിരുന്നു, നമ്പർ 9. ഇനി നോക്കുക, ഇക്വേഷൻ നമ്പർ 8 ഒബ്വിയസ്ലി ഫോളോ ചെയ്യും. ഇക്വേഷൻ നമ്പർ 8 നോക്കുക. യു ടി ഈക്വൽ ടു പി എക്സ് ടി ഇൻറ്റു ക്യൂ വൈ ടി എന്നുള്ള ഈ ഫോമിലാണ്. അതായത് എക്സ് ടിക്ക് എഫ് പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബൈ സ്ട്രിപ്പ് ഇക്വേഷൻ പി എഫ് പി പ്ലസ് ക്യൂ എഫ് ക്യൂ എന്നുള്ള ഈ ഫോമിലാണ് അല്ലേ. യു ടി ഈക്വൽ ടു പി എഫ് പി പ്ലസ് ക്യൂ എഫ് പി എഫ് ക്യൂ. ഇത് നമ്മുടെ സ്ട്രിപ്പ് ഇക്വേഷൻ നമ്പർ 3 ആണ്. സ്ട്രിപ്പ് ഇക്വേഷൻസിലെ മൂന്നാമത്തെ ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയായാലും സാറ്റിസ്ഫൈ ചെയ്യണം. കാരണം അവിടെ നിന്നാണ് നമ്മൾ യുവിനെയൊക്കെ സോൾവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, യു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തോണം, കാരണം സ്ട്രിപ്പ് ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 8 ഒബ്വിയസ്ലി ഫോളോ ചെയ്യും ഫോർ ഓൾ ടി കോമ എസ്. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 9 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് വെക്കാം. ഇക്വേഷൻ 8 is valid by strip equation 3. സ്ട്രിപ്പ് ഇക്വേഷൻ 3 തന്നെയാണ് ഇക്വേഷൻ നമ്പർ 8. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ നമ്പർ 8 വാലിഡ് ആണ്.
ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇക്വേഷൻ നമ്പർ 9ൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യണം. പ്രൂവ് ചെയ്യല്ല, 9ൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യണം. ടു ചെക്ക് equation number 9 is valid. We know we have equation number 6. Equation number 6 എന്താ? Equation number 6 നോക്കുക. Equation number 6, u naught dash of s equal to p naught of s into x naught dash of s plus q naught of s plus y naught dash of s. അത് എഴുതുക, ഒന്നുകൂടെ എഴുതുന്നുണ്ട്. We have equation number 6, u naught dash of s equal to p naught of s into x naught dash of s plus q naught of s plus y naught dash of s. ഇവിടെ ഈ ഇക്വേഷനിൽ ഈ നോട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടി എന്നുള്ള പോയിന്റിനെ, വേരിയബിളിനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, 0 ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് നോട്ട് കൊണ്ട്. പിന്നെ ഈ ഡാഷ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ്സിലുള്ള ഡെറിവേറ്റീവിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നുകൂടെ മാറ്റി എഴുതുക, റീറൈറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഇത് മീൻ ചെയ്യുന്നത് യു എസ് വിത്ത് റെസ്പെക്ട് ടു എസ്സിലുള്ള ഡെറിവേറ്റീവാണ്. യു എസ് അറ്റ് ടി ഈക്വൽ ടു 0 എസ് ഈക്വൽ ടു പി നോട്ട് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ പി അറ്റ് 0 എസ്, എക്സ് നോട്ട് ഡാഷ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എക്സ് എസ് അറ്റ് 0 എസ്. അതേപോലെ തന്നെ ക്യൂ ഓഫ് 0 എസ് വൈ എസ് അറ്റ് 0 എസ്. ഓക്കെ, റീറൈറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ടി ഈക്വൽ ടു 0 എന്നുള്ള കേസിൽ നമ്മൾക്ക് ഇക്വേഷൻ നമ്പർ 8 ഇക്വേഷൻ നമ്പർ 9 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതാണ് ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു എസ് അറ്റ് 0 എസ് ഈക്വൽ ടു പി അറ്റ് 0 എസ് എക്സ് എസ് അറ്റ് 0 എസ് പ്ലസ് ക്യൂ അറ്റ് 0 എസ് വൈ എസ് അറ്റ് 0 എസ്. ഇക്വേഷൻ നമ്പർ 9ൽ ടി കൊടുക്കുമ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയത്. ഇത് നമ്മൾക്ക് ഇക്വേഷൻ നമ്പർ 6 എന്ന് കിട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് അല്ലെങ്കിൽ വിച്ച് മീൻസ് റിലേഷൻ 9 is valid for t equal to അല്ലെങ്കിൽ at കൊടുക്കുക, at t equal to 1, t equal to 1 അല്ല 0, t equal to 0 ആകുമ്പോൾ ഇക്വേഷൻ നമ്പർ 8 വാലിഡ് ആണെന്ന് പറയാം ബൈ ഇക്വേഷൻ 6. അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് t 0 അല്ലാത്ത കേസിലും ഇക്വേഷൻ നമ്പർ 9 വാലിഡ് ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ചെയ്യുക. നമുക്ക് ടു പ്രൂവ് equation 9 to prove അല്ല to check എങ്ങനെ എഴുതാം? to check validity of equation number 9 for all t other than 0. കൺസിഡർ ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫംഗ്ഷൻ എന്താ? കൺസിഡർ ആർ ഓഫ് എക്സ് കോമ കൺസിഡർ ലെറ്റ് ഡിഫൈൻ അല്ലെങ്കിൽ ഡിഫൈൻ കൊടുക്കുക. ഡിഫൈൻ ആർ ഓഫ് ടി കോമ എസ്
r of t comma s equal to r of t comma s equal to us minus pxs minus q നോക്കട്ടെ minus question number 9 us minus pxs minus qys ഓക്കെ. ഈ ആർ ഓഫ് എക്സ് ടി എന്നുള്ള ഫംഗ്ഷൻ ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ കാരണം നമ്മൾ ഇനി പ്രൂവ് ചെയ്യുക ആർ ഓഫ് എക്സ് ടി ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 ആണ്. ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് യു എസ് ഈക്വൽ ടു പി ഓഫ് എക്സ് കോമ എസ് പി ഓഫ് എക്സ് ഇൻറ്റു എസ് പ്ലസ് ക്യൂ ഇൻറ്റു വൈ എസ് എന്ന് എഴുതാം. ഓക്കെ. ആർ ഓഫ് എക്സ് ടി ആർ ഓഫ് ടി കോമ എസ് എക്സ് ടി അല്ല ആർ ഓഫ് ടി കോമ എസ് ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 ആയാൽ യു എസ് ഈക്വൽ ടു പി എക്സ് എസ് പ്ലസ് ക്യൂ വൈ എസ് എന്ന് പറയാം. ഓക്കെ. ആർ ഓഫ് എക്സ് ടി എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. ഇക്വേഷൻ നമ്പർ 9 റൈറ്റ് സൈഡിനെ ലെഫ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും. ആ എക്സ്പ്രഷനെ ഞാൻ ആർ ഓഫ് എക്സ് കോമ ടി എന്ന് കൊടുത്ത് ആ ആർ ഓഫ് എക്സ് കോമ ടി ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? ഇക്വേഷൻ നമ്പർ 9 പ്രൂവ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇനി നമ്മൾ പ്രൂവ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 9 പ്രൂവ് ചെയ്യാൻ ആർ ഓഫ് ടി കോമ എസ് ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യും. നൗ വി പ്രൂവ് r of t comma s identically equal to 0. നമ്മൾക്കൊരു കാര്യം അറിയാം. എന്ത്? ആർ ഓഫ് 0 കോമ എസ് 0 എന്നറിയാം. കാരണം അറ്റ് ടി ഈക്വൽ ടു 0 നമ്മളെ ഇക്വേഷൻ നമ്പർ 9 വാലിഡ് ആണ്. അപ്പോൾ അറ്റ് ടി ഈക്വൽ ടു 0 നമുക്ക് യു എസ് അറ്റ് 0 കോമ എസ് equal to p of p at 0 comma s xs at 0 comma s plus q at 0 comma s into ys at 0 comma s ആണെന്ന് പറയാം. അപ്പോൾ ഇക്വേഷൻ നമ്പറിൻ്റെ റൈറ്റ് സൈഡിനെ ടി ഈക്വൽ ടു 0 കൊടുത്തതിന് ശേഷം 9ൻ്റെ റൈറ്റ് സൈഡിനെ ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ നമുക്ക് ആർ ഓഫ് ടി കോമ എസ് കിട്ടും. അത് 0 എന്ന് പറയാം. കാരണം ടി ഈക്വൽ ടു 0യിൽ ഇക്വേഷൻ നമ്പർ 9 ഹോൾഡ് ചെയ്യും. ടി ഈക്വൽ ടു 0യിൽ ഇക്വേഷൻ നമ്പർ 9 ഹോൾഡ് ചെയ്യും. അപ്പോൾ വി നോ അത് എഴുതിയേക്കാം. We already know r of 0 comma s equal to 0 by above എഴുതും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ആർ ഓഫ് ടി കോമ എസ് ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ഈ ആർ ഓഫ് ടി കോമ എസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യും. അതിലുള്ള ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിലേക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷനും പിന്നെ ഈ ഇനീഷ്യൽ കണ്ടീഷനും ആർ ഓഫ് 0 കോമ എസ് എന്നുള്ള ഈ ഇനീഷ്യൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ ആർ ഓഫ് എസ് ടി കണ്ടുപിടിക്കും. ആർ ഓഫ് എസ് ടി അല്ല ആർ ഓഫ് ടി എസ് കണ്ടുപിടിക്കും. ആ ആർ ഓഫ് ടി എസ് എന്നുള്ള ഫംഗ്ഷൻ 0 ഫംഗ്ഷനാണെന്ന് പ്രൂവ് ചെയ്യും. ആർ ഓഫ് ടി എസ് 0 ഫംഗ്ഷനാണെന്ന് നമ്മൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ആർ ഓഫ് ടി എസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ എക്സ്പ്രഷനെ ആർ ഓഫ് ടി കോമ എസിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ start to check that r equal to t for all t other comma t not equal to 0 rt differentiate ചെയ്യാണ്. rt-നെ കൺസിഡർ rt equal to എന്താ വരിക യു എസ് ടി
മൈനസ് പി എക്സ് എസ് ആണ്. അതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആദ്യം പീനെ അതേപോലെ നിലനിർത്തുക. എക്സ് എസിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എക്സ് എക്സ് ടി പ്ലസ് ഇനി പീനെ ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എക്സ് എസിനെ അതേപോലെ നിലനിർത്തുക മൈനസ് ഇനി അതേപോലെ തന്നെ തേർഡ് ടേമിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ക്യൂ വൈ എസ് ടി പ്ലസ് ക്യൂ ടി വൈ എസ്. കാരണം യുവും പിയും ക്യൂ ഒക്കെ ടീനെ ഡിപ്പെൻഡ് ചെയ്യും. ക്യൂ ടി വൈ എസ്. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതായത് മൈനസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വൈ എസ് ടി മൈനസ് പി എസ് ടി പി എക്സ് എസ് ടി മൈനസ് പി ടി എക്സ് എസ് മൈനസ് ക്യൂ വൈ എസ് ടി മൈനസ് ക്യൂ ടി വൈ എസ്. ഇനി ഞാനൊരു സീറോ ടേമിനെ ആഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഞാൻ കുറച്ച് ടേംസിനെ സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. മൈനസ് മൈനസ് പി എസ് എക്സ് ടി മൈനസ് ക്യൂ എസ് വൈ ടി. ഇനി ഈ സബ്ട്രാക്ട് ചെയ്ത ടേംസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ സബ്ട്രാക്ട് ചെയ്ത ടേംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പി എസ് എക്സ് ടി പ്ലസ് ക്യൂ എസ് വൈ ടി. നമ്മളെ എയിം മനസ്സിൽ വേണം. നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടെത്താണ് ആർ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക, ചെറിയൊരു ട്രിക്കാണ് നമ്മളിപ്പോൾ ചെയ്തത്. ചെറിയൊരു ട്രിക്കാണ്. പി എസ് എക്സ് ടി മൈനസ് ക്യൂ എസ് വൈ ടിനെ സബ്ട്രാക്ട് ചെയ്ത് കൊടുത്ത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു അതേ ടേംസിനെ ആഡ് ചെയ്ത് കൊടുത്ത്. ഓക്കെ, ഇനി ഈ ടേമും പി എക്സ് എസ് ടി എന്നുള്ള ഈ ടേമും പി എസ് എക്സ് ടി എന്നുള്ള ഈ ടേമും കമ്പൈൻ ചെയ്യുക. എങ്ങനെ നോക്കുക. പി എക്സ് എസ് ടി പ്ലസ് പി എക്സ് എസ് ടിനെ പി എസ് എക്സ് ടി എന്ന് ഇങ്ങനെ ഈ രണ്ട് ടേം ഈ ടേമും കൺസിഡർ ചെയ്ത് അതിൻ്റെ മൈനസ് ഞാൻ കോമൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരിക ഈ ടേമാണ്. ഇതിന് എനിക്ക് എന്താ എഴുതാം, ഡോ ബൈ ഡോ ടി ഓഫ് ഡോ ടി അല്ല ഡോ എസ് ഓഫ് ഡോ ബൈ ഡോ എസ് ഓഫ് പി എക്സ് ടി എന്ന് അല്ലേ. ഡോ ബൈ ഡോ എസ് ഓഫ് പി എക്സ് ടി എന്ന് എഴുതാം. നോക്കുക, ഡോ ബൈ ഡോ എസ് ഓഫ് പി എക്സ് ടി എന്താ പറയുക, പി എക്സ് ടി എസ് പ്ലസ് പി എസ് എക്സ് ടി അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ടേമിനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് ഇതേപോലെ മാറ്റി എഴുതാം. അതേപോലെ തന്നെ ഈ ടേമിന് ക്യൂ എസ് വൈ എസ് ടിന് ക്യൂ എസ് വൈ ടിന് ഇതേപോലെ മാറ്റി എഴുതും. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഈക്വൽ ടു യു എസ് ടി മൈനസ് ഡോ ബൈ ഡോ എസ് ഓഫ് പി എക്സ് ടി മൈനസ് ഡോ ബൈ ഡോ എസ് ഓഫ് ക്യൂ ഐ ടി. രണ്ടാമത്തെ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ ടേം നമ്മൾ എഴുതിയത് ഈ ടേമും കമ്പൈൻ ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ടേം എഴുതും. ബാക്കിയുള്ള ടേംസ് എന്താ വരിക, പ്ലസ് പി എസ് എക്സ് ടി ക്യൂ എസ് വൈ ടി മൈനസ് എക്സ് എസ് ഇ ടി മൈനസ് വൈ എസ് ക്യൂ ടി. ഇനി നോക്കുക, ഇവിടുത്തെ ആദ്യത്തെ 3 ടേമിലും ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ്സിലുണ്ട്. അതിനെ ഞാൻ ഒന്നായിട്ട് എഴുതുന്നുണ്ട്.
ഈ 3 ടേമിന് ഞാൻ ഈ 3 ടേമിൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് ഉണ്ട്, അതിനെ ഞാൻ കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. ഡോ ബൈ ഡോ എസ് ഓഫ് യു, ഇവിടെ ഡെറിവേറ്റീവ് എസ്സിൽ മാറ്റി എഴുതിയാൽ പിന്നെ ബാക്കിയിട്ടത് യു ടി മൈനസ് പി എക്സ് ടി മൈനസ് ക്യൂ വൈറ്റ് പ്ലസ് പി എസ് എക്സ് ടി പ്ലസ് ക്യൂ എസ് വൈ ടി മൈനസ് എക്സ് എസ് പി ടി മൈനസ് വൈ എസ് ക്യൂ ടി. ഇതേപോലെ മാറ്റിയത്. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേം 0 ആണ് അല്ലേ, ഈക്വൽ ടു 0 ആണ്. കാരണം എന്താ, ഇതെന്താ ഇക്വേഷൻ എന്താ വരിക, തേർഡ് അല്ലേ, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേമിനെ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. യു ടി മൈനസ് പി എക്സിനെ എനിക്ക് എഫ് പി വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂ വൈറ്റിനെ എനിക്ക് എഫ് ക്യൂ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ആക്ച്വലി യു ടി ഈക്വൽ ടു പി എഫ് പി പ്ലസ് ക്യൂ എഫ് ക്യൂ ആണ് ബൈ സ്ട്രിപ്പ് ഇക്വേഷൻ 3. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസ് യു ടി മൈനസ് പി എഫ് പി മൈനസ് ക്യൂ എഫ് ക്യൂ 0 ആയിട്ട് പോകും. ഓക്കെ, ഇത് എഴുതും. അപ്പോൾ ഈ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേം 0 ആയിട്ട് പോകും, പിന്നെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടേം ഒഴിവായിട്ട് പോകും. ഇനി ബാക്കിയുള്ള ടേമിൽ സ്ട്രിപ്പ് ഇക്വേഷൻസ് വെച്ചിട്ട് തന്നെ പോസിബിളായ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ പി എസ് ഒന്നാമത്തെ ടേം വരില്ല, ഈ ഡെറിവേറ്റീവ് വരുന്ന ടേം ഡോ ബൈ ഡോ എസ് വരും. ബാക്കിയുള്ള ടേം പി എസ് 0 ആയിട്ട് പോകും, ഈ ടേം 0 ആയിട്ട് പോകും. അപ്പോൾ പി എസ് എക്സ് ടിക്ക് എനിക്ക് എഫ് പി കൊടുക്കാം പ്ലസ് ക്യൂ എസ് വൈ ടിക്ക് എനിക്ക് എഫ് ക്യൂ കൊടുക്കാം മൈനസ് എക്സ് എസ് മൈനസ് എക്സ് എസ് പി ടി ആണ്, പി എസ് അല്ല, മാറിപ്പോയിട്ടുണ്ട്. എക്സ് എസ് പി ടി ആണ്, മൈനസ് എക്സ് എസ് പി ടി മൈനസ് ക്യൂ എസ് മൈനസ് വൈ എസ് ക്യൂ മൈനസ് വൈ എസ് ക്യൂ ടി ബൈ സ്ട്രിപ്പ് ഇക്വേഷൻസ്. ഈ സ്ട്രിപ്പ് ഇക്വേഷൻസ് വെച്ചിട്ട് തന്നെ എനിക്ക് പി ടിനെയും ക്യൂ ടിനെയും മാറ്റി എഴുതാം. ഓക്കെ, കഴിഞ്ഞ സ്റ്റെപ്പിൽ തന്നെ ചെയ്യായിരുന്നു, ഇപ്പോഴത്തെ സ്റ്റെപ്പിൽ കാണിക്കാം. പി എസ് എഫ് പി പ്ലസ് ക്യൂ എസ് എഫ് ക്യൂ മൈനസ് എക്സ് എസ് പി ടിക്ക് എനിക്ക് മൈനസ് എഫ് എക്സ് പി എഫ് യു PFU minus YS into minus FY QFU. The substitute QFU. Okay. ഇനി എഫ് യു വരുന്ന ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതും. എഫ് യു വരുന്ന ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതാണ്. എഫ് യു വരുന്ന ടേംസ് എന്താ, അതിന് മുന്നേ എനിക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നെഗറ്റീവ് പുറത്ത് എഴുതാം, മൈനസിന്. അപ്പോൾ നെഗറ്റീവ് സൈൻ, ഇവിടെയുള്ള നെഗറ്റീവ് സൈനൊക്കെ പോസിറ്റീവായിട്ട് പോകും. അപ്പോൾ ആദ്യം പി എസ് എഫ് പി പ്ലസ് ക്യൂ എസ് എഫ് ക്യൂ പ്ലസ് എക്സ് എസ് എഫ് എക്സ് മൈനസ് പി എഫ് യു പ്ലസ് വൈ എസ് ഇൻറ്റു എഫ് വൈ മൈനസ് ക്യൂ പ്ലസ് ആണ്, പ്ലസ് ആണ് ക്യൂ എഫ് യു. ഇങ്ങനെ എഴുതാം. ഇനി എഫ് യു വരുന്ന ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതാം. എഫ് യു ഇൻറ്റു ഇവിടെ എഫ് യു വരുന്ന ടേം ഇതുമാണ്, അവിടെ നിന്ന് എഫ് യുനെ കോമൺ എടുത്താൽ എന്ത് വരും, ബാക്കി എക്സ് എസ് അവിടെ മൾട്ടിപ്ലൈ ഉണ്ട്, എക്സ് എസിന് മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പോൾ എക്സ് എക്സ് പി പ്ലസ് വൈ എസ് ക്യൂ ഇങ്ങനെ വരും അല്ലേ. എക്സ് എക്സ് പി പ്ലസ് വൈ എസ് ക്യൂ. പിന്നെ ഞാൻ മാറ്റി ചെയ്തിട്ടുണ്ട് പി
എക്സ് പ്ലസ് ക്യൂ വൈ എസ് ഇങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്ലസ് ബാക്കിയുള്ള ടേം പി എസ് എഫ് പി ക്യു എസ് എഫ് ക്യു പ്ലസ് ഇനി ഇവിടെ ബാക്കി ഉണ്ടാവുക ഈ രണ്ട് ടേംസാണ് നമ്മൾ എഴുതിയത് ആദ്യം. ഈ ബാക്കി ഉണ്ടാവുക എക്സ് എസ് എഫ് എക്സ് പ്ലസ് വൈ എസ് എഫ് വൈ. ഓക്കെ, ഇനി ഈ ടേം ഞാൻ അണ്ടർലൈൻ ചെയ്ത ഈ ടേം ആക്ച്വലി മൈനസ് യു എസ് എഫ് യു ആണ്. യു എസ് എഫ് യു നോക്കുക, അതിന് നമ്മൾക്ക് നമ്മളെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. നോക്കുക, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ? എഫ് പി എഫ് എക്സ് വൈ യു പി ക്യു ഈക്വൽ ടു 0. എഫ് എക്സ് വൈ യു പി ക്യു ഈക്വൽ ടു 0. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എസ്സിലൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സും വൈയും യുവും പിയും ക്യൂ ഒക്കെ എസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എഫ് എക്സ് ഇൻറ്റു എക്സ് എസ് വരും പ്ലസ് വൈ എഫ് വൈനെ ഡിപ്പെൻഡ് ചെയ്യും, വൈ എസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. എഫ് വൈ വൈ എസ് പ്ലസ് എഫ് യു യു എസ് പ്ലസ് എഫ് ക്യു എഫ് പി പി എസ് പ്ലസ് എഫ് ക്യു ക്യു എസ്. ഇതാണ് ഈക്വൽ ടു 0 റൈറ്റ് സൈഡ് 0. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ ചെയ്താൽ എഫ് യു യു എസ് ഈക്വൽ ടു അല്ലെങ്കിൽ മൈനസ് എഫ് യു യു എസിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റും. അതായത് നമുക്ക് ഇവിടുന്ന് എഫ് എക്സ് എക്സ് എസ് പ്ലസ് എഫ് വൈ വൈ എസ് പ്ലസ് എഫ് പി പി എസ് പ്ലസ് എഫ് ക്യു ക്യു എസ് ഈക്വൽ ടു മൈനസ് എഫ് യു യു എസ് മൈനസ് എഫ് യു യു എസ്. ഈ ടേമാണ് ഇവിടെ എഴുതിയത്. നോക്കാം, അണ്ടർലൈൻ ചെയ്തത് ഈ ടേമാണ്. എഫ് പി ഓർഡറിൽ പറയുകയാണെങ്കിൽ എഫ് എക്സ് എക്സ് എസ് പ്ലസ് എഫ് വൈ വൈ എസ് പ്ലസ് എഫ് പി പി എസ് പ്ലസ് എഫ് ക്യു ക്യു എസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടേം നമുക്ക് മൈനസ് യു എസ് എഫ് യു വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആദ്യത്തെ ടേം അതേപോലെ തന്നെ വരും. എഫ് യു ഇൻറ്റു പി എക്സ് എസ് പ്ലസ് ക്യു വൈ എസ് ഇൻറ്റു ഇൻറ്റു അല്ല മൈനസ് എഫ് യു യു എസ്. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു ഇവിടെ എഫ് യു കോമൺ ആണ്. അപ്പോൾ എഫ് യുവിനെ കോമൺ എടുക്കുക. എഫ് യു ഇൻറ്റു പി എക്സ് എസ് പ്ലസ് ക്യു വൈ എസ് മൈനസ് യു എസ്. ഇതേപോലെ എഴുതും. ഈ ടേം എവിടെയും കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ നെഗറ്റീവ് ഓഫ് ആർ ആണ്. അതായത് മൈനസ് ആർ ഓഫ് ടി കോമ എസ് ആണ്, അല്ലെങ്കിൽ മൈനസ് ആർ ആണ്. ആർ എന്താ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ആർ ഈക്വൽ ടു യു എസ് മൈനസ് പി എക്സ് എക്സ് മൈനസ് ക്യു വൈ എസ്. ഇവിടെ സൈന് ഇൻ്റർചേഞ്ച് ചെയ്താണ്. അതായത് നമ്മൾ ആറിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ടേമിനെ നമുക്ക് മൈനസ് ആർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഈ ടേം ആക്ച്വലി ഈക്വൽ ടു മൈനസ് ആർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? ഡി ആർ ബൈ ഡി ടി അല്ലെങ്കിൽ ആർ ടി, അങ്ങനെ എഴുതിയ കുറച്ചുകൂടെ ആർ ടി ദാറ്റ് ഈസ് we have got എന്ത് കിട്ടി? ആർ ടി
ഈക്വൽ ടു മൈനസ് എഫ് യു ആർ എന്ന് കിട്ടി. അതായത് ഡോ ആർ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് എഫ് യു ആർ. പിന്നെ നമ്മളെ കയ്യിലൊരു ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട്, ആർ ഓഫ് 0, എസ് ഈക്വൽ ടു 0 എന്നുള്ള ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇനി ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് ആർ ഓഫ് ടി കോമ എസ് കിട്ടും. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യുക. ദാറ്റ് ഇംപ്ലൈസ് ഡോ ആർ ബൈ ഡോ ടി ഡോ ആർ ബൈ ആർ ഈക്വൽ ടു വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ്, ഡോ ആർ ബൈ ഡോ ആർ ഈക്വൽ ടു മൈനസ് എഫ് യു ഡി ടി ഫ്രോം ആർ ഓഫ് 0, എസ് ഈക്വൽ ടു 0. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ln r ഈക്വൽ ടു മൈനസ് എഫ് യു ടി, ഡി ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടി പ്ലസ് C1 എന്നുള്ള ഫോമിൽ കിട്ടും. C1 ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. അതിനെ കാണാനാണ് നമ്മളെ കയ്യിലുള്ള ഇനീഷ്യൽ കണ്ടീഷൻ ആർ ഓഫ് 0, എസ് ഈക്വൽ ടു 0. ഇനി എക്സ്പോണൻഷ്യേറ്റ് ചെയ്താൽ ആർ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എഫ് യു ടി പ്ലസ് C1. ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എഫ് യു ടി എന്ന് എഴുതാം, വേർ സി ഈക്വൽ ടു ഇ റൈസ് ടു C1. ഇനി നമുക്ക് സീനെ കാണണം. ഓക്കെ, അതായത് ആർ ഓഫ് 0, എസ് ഇംപ്ലൈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് 0 ഈക്വൽ ടു സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എഫ് യു 0, ടിക്ക് 0. അതായത് ദാറ്റ് ഇംപ്ലൈസ് സി ഈക്വൽ ടു 0, ദാറ്റ് ഈസ് our function r equal to 0 into e raised to minus fut. Okay, അതായത് 0 ആണ്. That is therefore r of t comma s identically equal to 0. So that is എന്താ എഴുതി വെച്ചത് നോക്കുക. That is us minus p us minus p x pxs minus qys qxs minus qys equal to 0. r of t comma s നെ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. That implies us equal to pxs plus qys ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 9. us equal to pxs plus qys. Therefore that implies equation number 9 is valid. Equation number 9 is true for all t equal to 0 നമ്മൾ സെപ്പറേറ്റ് ട്രൂ ആണെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് എല്ലാ ടിക്കും ഇക്വേഷൻ നമ്പർ 9 വാലിഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ട്രൂ, ഹെൻസ് ദി പ്രൂഫ്. അതോടുകൂടി നമ്മളെ പ്രൂഫ് കംപ്ലീറ്റ്. ഹെൻസ് ദി പ്രൂഫ്. ഓക്കെ, ഇതാണ് നമുക്ക് ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷനിൽ പറയാനുള്ള തിയറം പറയുന്നത്. ഒരു കോഷി പ്രോബ്ലം ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, സൊല്യൂഷൻ യുണീക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ഈ സെക്ഷനിൽ തിയറി പാർട്ടിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം.